തിരുമല ക്ഷേത്രത്തിലെ ദർശനം, അതായത് ശിവാലയ ഓട്ടത്തിലെ ആദ്യ ക്ഷേത്രമായ തിരുമല മഹാദേവ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഞങ്ങൾ. അവിടെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ക്ഷേത്ര ദർശനത്തിനായി നൂറുകണക്കിന് ഭക്തർ ഇങ്ങനെ ആ പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. തിരുമല ക്ഷേത്രം കഴിഞ്ഞു. ഞങ്ങൾ അടുത്ത രണ്ടാമത്തെ ശിവാലയ ഓട്ട ക്ഷേത്രമായ തിക്കുറിശ്ശി മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. മാർത്താണ്ഡത്തെ ഫ്ലൈ ഓവറിന് കീഴിൽ കൂടിയുള്ള ഈ യാത്ര. രാത്രിയിൽ ഞങ്ങൾ ഇവിടെ നിന്നും ഏകദേശം 4-5 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് നമ്മൾ തിക്കുറിശ്ശി ക്ഷേത്രത്തിൽ, മഹാദേവ ക്ഷേത്രത്തിലെത്തുന്നത്. അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ. ക്ഷേത്രത്തിന് മുന്നിലെത്തി. അപ്പോഴേക്കും അവിടെ ഭക്തരുടെ വലിയ തിരക്കാണ് കാണുന്നത്. തിക്കുറിശ്ശി ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം കടന്ന് ഞങ്ങൾ തിക്കുറിശ്ശി മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. പ്രധാന കവാടം കഴിഞ്ഞിരിക്കുന്നു. ശിവാലയ ഓട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ദീപാലങ്കൃതമാണ് ക്ഷേത്രം. ആ വഴിയിലേക്ക് ഞങ്ങൾ ഓടിയെത്തുകയാണ്. കാരണം ഞങ്ങളുടെ വാഹനമെല്ലാം സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ ഓടിയെത്തുകയാണ് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി. അപ്പോഴേക്കും നമ്മൾ 1 മിനിറ്റ് താമസിക്കുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ 10 പേര് മുന്നിൽ ക്യൂവിൽ കയറി കഴിയും. ആ തരത്തിലുള്ള ഒരു ധൃതി പിടിച്ച ഓട്ടമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ശിവാലയ ഓട്ടം എന്ന് തന്നെ പേര് വന്നത്. ഈ 12 ക്ഷേത്രങ്ങൾ ഓടിയെത്തുന്ന, ശിവരാത്രി പുലരുന്നതിന് മുമ്പ് തന്നെ ഓടിയെത്തുക എന്നതാണ്. അതായത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ വലിയ ജനക്കൂട്ടമാണ്. ഞങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നു. ക്ഷേത്രത്തിനകത്ത് ഞങ്ങൾ കയറി കഴിഞ്ഞു. അപ്പോൾ നല്ല ക്യൂ ആണ്. കാരണം ഈ മുഴുത്തറയ്ക്ക് സമീപമുള്ള താമരവണ്ടി നദിക്കരയിലാണ് ഈ തിക്കുറിശ്ശി ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത്. താമരവണ്ടി നദിയിൽ കുളിച്ച് ഈറനണിഞ്ഞുകൊണ്ടാണ് ഭക്തർ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുക. പക്ഷെ നമ്മൾ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ നിന്നില്ല. കാരണം നമുക്ക് കുളിച്ച് ഈറനണിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഈ 12 ക്ഷേത്രം എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നമ്മളൊരു നദിയിലിറങ്ങി ഒന്ന് പുറം നനച്ചതിന് ശേഷമാണ് ശിവാലയ ഓട്ടത്തിലേക്ക്. ഇത് ക്ഷേത്രത്തിനകത്തെ ദൃശ്യമാണ്. ഇവിടെ ഭക്തർ മറ്റുള്ളവർക്ക് വിശറി കൊണ്ട് വീശി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ശിവാലയ ഓട്ടത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമായ തിക്കുറിശ്ശി ദേവസ്വം ക്ഷേത്രത്തിന് മുന്നിൽ, മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത്.
ശിവാലയ ക്ഷേത്രം, തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. മൂന്നാമത്തെ ശിവാലയ ക്ഷേത്രമായ തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ് ഞങ്ങൾ. ഈ ക്ഷേത്രത്തിന് പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ താമരമൺ അവിടെ ഈ നദി നമ്മളിപ്പോൾ കാണുന്നത് കോതയാർ നദിയാണ്. ഈ കോതയാർ നദി കയറി അവിടെ നിന്ന് നനഞ്ഞ് കുളിച്ചതിന് ശേഷമാണ് പലരും ക്ഷേത്രത്തിലെത്തുന്നത്. എന്തായാലും ആ കോതയാർ നദി കയറി വരുന്ന പടവുകളാണ് നമ്മൾ കണ്ടത്. ഈ കോതയാർ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ അപ്പുറത്ത് കഴിയുമ്പോഴേക്കും ഈ കുറച്ച് ദൂരം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും 50 അടി താഴ്ചയിലേക്ക് ഈ കോതയാർ നദി പിന്നെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്നുണ്ട്. അതിനെയാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം എന്ന് നമ്മൾ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറയാൻ പോയതാണ്. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 12 ശിവാലയ ക്ഷേത്രങ്ങളിലും പടിഞ്ഞാറേക്ക് ദർശനമുള്ള ഏക ശിവക്ഷേത്രമാണ് ഈ പറയുന്ന തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.